കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകൻ മാപ്രാണം സ്വദേശി ജോഷിയുടെ കുത്തിയിരിപ്പ് സമരം. ഒടുവിൽ 28 ലക്ഷം രൂപയുടെ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകി. ചൊവ്വാഴ്ച വൈകിട്ട് 4:45 ജോഷി മന്ത്രിയുടെ അറിയിപ്പനുസരിച്ച് ബാങ്കിലെത്തിയത്. എന്നാൽ ബാങ്ക് ജീവനക്കാർക്ക് ഇതേക്കുറിച്ച് അറിവൊന്നും ഇല്ല എന്നാണ് മറുപടി ലഭിച്ചത്. നിക്ഷേപ തുകയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ എന്ന തീരുമാനത്തിൽ ജോഷി ബാങ്കിൽ തുടർന്നതോടെ ബാങ്ക് സമയം കഴിഞ്ഞിട്ടും ജീവനക്കാർക്ക് ഓഫീസ് അടയ്ക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായി. പിന്നീട് ബാങ്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാകേഷ് കെആറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹവുമായി ഏറെ നേരം ചർച്ചയിൽ ജോഷിയുടെ പേരിലുള്ള നിക്ഷേപ തുക തിരികെ നൽകാൻ ധാരണയായെങ്കിലും കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുകയടക്കം തിരികെ വേണമെന്ന നിലപാടിൽ ജോഷി ഉറച്ചു നിൽക്കുകയായിരുന്നു. ജോഷിയുടെ പേരിലുള്ള തുക ലഭിക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളുടെ പേരിലുള്ള തുക 3 മാസത്തിനകം നൽകാമെന്ന വാഗ്ദാനം എഴുതി നൽകണമെന്ന ജോഷിയുടെ ആവശ്യത്തെ തുടർന്ന് ചർച്ച പ്രതിസന്ധിയിലായി. തുടർന്നും ഇരിങ്ങാലക്കുട പോലീസിന്റെയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രശേഖരന്റെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് രാത്രി 9 മണിയോടെ ജോഷിയുടെ നിക്ഷേപ തുകയുടെ പലിശ സഹിതം 28 ലക്ഷം രൂപയുടെ ചെക്ക് നൽകുവാനും കുടുംബാംഗങ്ങളുടെ തുക എന്ന് നൽകാമെന്ന് നാളെ ചർച്ച നടത്തി അറിയിക്കാമെന്ന ധാരണയിലെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് ബാങ്കിലെ നിക്ഷേപങ്ങൾ തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിക്കും സർക്കാരിനും ജോഷി നിവേദനം നൽകിയത്. തലയിൽ ട്യൂമർ ബാധിച്ച് 20ഓളം ഓപ്പറേഷനുകൾ നടത്തിയ വ്യക്തിയാണ് ജോഷി. കുടുംബാംഗങ്ങളുടെ അടക്കം 90 ലക്ഷത്തോളം രൂപയാണ് ജോഷിയുടെ നിക്ഷേപ തുക. ചേട്ടാ, എന്താണ് ബാങ്കിൽ ഇന്ന് ചർച്ച നടന്നത്? എന്താണ് ഇന്ന് സംഭവിച്ചത്? പണം തന്നു നമ്മള് നിക്ഷേപം ഇന്ന് 10 ദിവസം മുമ്പ് ഞാൻ കത്ത് കൊടുത്തിരുന്നു. ഇന്ന് തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് സംസ്ഥാന മുഖ്യമന്ത്രിക്കും ചീഫ് ജസ്റ്റിസിനാണ് കൊടുത്തിരുന്നത്. അത് സംബന്ധിച്ച് 4 ദിവസം മുൻപ് മിനിസ്റ്ററെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. ജോഷിക്ക് നിക്ഷേപം പലിശ കൂടി തിരികെ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതനുസരിച്ച് ഞാനിന്ന് ഇവിടെ വന്നു. 4 ദിവസം മുൻപാണ് ലൈവ് കണ്ടത്. 24th ലൈവിലാണ് അത് കണ്ടത്. തിരിച്ച് ഇന്ന് ബാങ്കിൽ വന്നപ്പോൾ ബാങ്കിന് അതേപ്പറ്റി വിവരമൊന്നുമില്ല എന്ന് പറഞ്ഞു. ബാങ്ക് സ്റ്റാഫ് അത് അറിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർ മുകളിലുള്ള ആളുകളൊക്കെ വിളിച്ച് ഒരു 3-3.5 മണിക്കൂറായി ഇവിടെ. അത് എനിക്ക് വർക്കൗട്ട് ചെയ്തിട്ട് ഇന്ന് വരെയുള്ള പൈസ കണക്കാക്കിയിട്ട് ചെക്ക് തരികയാണ് ചെയ്തത്. ബാക്കി നിക്ഷേപങ്ങൾ കുടുംബാംഗങ്ങളുടെ ബാക്കിയുള്ളവർക്ക് നാളെ അവർ കൂടിയിട്ട് 3 മാസത്തിനുള്ളിൽ നാളെയുള്ള ഒരു ഡേറ്റ് കണക്കാക്കിയിട്ട് ചെയ്യാമെന്ന് അഡ്മിനിസ്ട്രേറ്റർ CEO രാജേഷ് മനസ്സിലാണ് സമ്മതിച്ചത്. അതവർ നാളെ കൂടി തീരുമാനിച്ചിട്ട് നാളെ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. രേഖാമൂലം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് എഴുതി തരണം. ഞാൻ 6 കത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ബാങ്ക് ഒരു മറുപടി പോലും എനിക്ക് തന്നിട്ടില്ല.